നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നടി ആക്രമണ കേസിൽ വെറുതെ വിട്ടതിന് പിന്നാലെ നടൻ ദിലീപിനെ ചൊല്ലി സിനിമാ സംഘടനകൾക്കുള്ളിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലും കടുത്ത പോര്. ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പേരെ ശിക്ഷിക്കുകയും തെളിവില്ലാത്തതിന്റെ പേരിൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ചേരിതിരിഞ്ഞുള്ള വാക്പോരും കുറ്റപ്പെടുത്തലുകളും രൂക്ഷമായത്. ദിലീപിനെ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കുന്ന വിഷയമാണ് സിനിമാ സംഘടനകളിൽ പോരിന് വഴിതെളിച്ചിരിക്കുന്നത്. നടിക്കെതിരെ ആക്രമണം നടക്കുന്ന സമയത്ത് നടൻ എന്നതിനൊപ്പം തന്നെ നിർമ്മാതാവ്, തിയേറ്റർ ഉടമ, വിതരണക്കാരൻ എന്നിങ്ങനെ സിനിമയിലെ പ്രധാന മേഖലകളിലെല്ലാം ശക്തമായ സാന്നിധ്യമായിരുന്നു ദിലീപ്. സിനിമാ സംഘടനകളിലും സ്വാധീന ശക്തിയായിരുന്ന നടനെ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ സംഘടനകൾ പുറത്താക്കി. അമ്മ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഫെഫ്ക എന്നിങ്ങനെ വിവിധ സംഘടനകൾ ദിലീപിനെ പുറത്താക്കിയിരുന്നു. കോടതി വിധിക്ക് പിന്നാലെ ദിലീപിനെ തിരിച്ചെടുക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന പ്രഖ്യാപിച്ചിരുന്നു. തിരിച്ചെടുക്കുന്ന കാര്യം ഫെഫ്കയും ആലോചിക്കുമെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. താരസംഘടനയായ അമ്മയിലും ഇത്തരം ചർച്ചകൾ സജീവമാണ്. എന്നാൽ ഫെഫ്കയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജി പ്രഖ്യാപിച്ചു. സിനിമാ മേഖലയിലെ വനിതകളുടെ സംഘടനയായ WCCയും ഇരയ്ക്ക് പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്ന നിലപാടിലാണ്. അതേസമയം കേസിൽ പ്രതിയാക്കാൻ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ആരോപിച്ച് നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് ദിലീപ്. ഇതിനിടെ കേസിലെ വിധിയെ ചൊല്ലി രാഷ്ട്രീയ രംഗത്തും പോര് കടുത്തു. വിധിയിലൂടെ ദിലീപിന് നീതി കിട്ടിയെന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ച UDF കൺവീനർ അടൂർ പ്രകാശ് സ്വന്തം പാർട്ടി നേതൃത്വത്തിൽ നിന്നടക്കം കടുത്ത വിമർശനം ഏറ്റുവാങ്ങി. അടൂർ പ്രകാശ് പറഞ്ഞത് KPCC നിലപാടല്ലെന്ന് പറഞ്ഞ് പ്രസിഡന്റ് സണ്ണി ജോസഫ് രംഗത്ത് വന്നു. എന്നാൽ UDFന്റെ നിലപാടാണ് ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് അടൂർ പ്രകാശ് നടത്തിയതെന്നും LDF അതിജീവിതയ്ക്കൊപ്പമാണെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി. മന്ത്രി വീണ ജോർജും അടൂർ പ്രകാശിനെ രൂക്ഷമായി വിമർശിച്ചു. ഇതോടെ വീണ്ടും മാധ്യമങ്ങളെ കണ്ട അടൂർ പ്രകാശ് താൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നും തന്റെ പ്രസ്താവനയുടെ ഒരു വശം മാത്രമേ മാധ്യമങ്ങൾ കൊടുത്തുള്ളൂവെന്നും പറഞ്ഞ് മലക്കം പറഞ്ഞു. സിനിമാ രംഗത്തുള്ള പലരെയും മാധ്യമങ്ങൾ അഭിപ്രായം തേടി സമീപിച്ചെങ്കിലും പലരും കരുതലോടെ ഇരുവരെയും തള്ളാതെയാണ് മറുപടി പറഞ്ഞത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പോര് രൂക്ഷമാകാനാണ് സാധ്യത. ആക്രമണത്തിന് പിന്നാലെ അതിജീവിത വീട്ടിലെത്തിയപ്പോൾ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റയെ വിളിച്ചത് താനാണെന്നും PT തോമസ് അല്ലായിരുന്നുവെന്നും നടനും സംവിധായകനുമായ ലാൽ. നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലെ കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നടിയെ ആക്രമിച്ചവർക്ക് പരമാവധി ശിക്ഷ ലഭിച്ചു, അതിൽ സന്തോഷമുണ്ട്. കേസിൽ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തനിക്കറിയാവുന്ന എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പറയാൻ തയ്യാറാണ്. വിധി ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ താൻ ആളല്ല. വിധി എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നും തനിക്കറിയില്ല. വിധി പകർപ്പ് പുറത്തു വരാതെ കൂടുതൽ പറയാൻ കഴിയില്ല. കുറ്റക്കാരനല്ല എന്നാണോ മതിയായി തെളിവില്ല എന്നാണോ കോടതി പറഞ്ഞതെന്ന കാര്യം അറിയില്ല. താൻ വല്ലാത്തൊരു സമാധാനക്കേടിലാണ്. അതുകൊണ്ട് പെൺകുട്ടിയെ വിധി വന്ന ശേഷം ലാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R ശ്രീലേഖയുടെ പ്രീപോൾ സർവേ പുറത്തുവിട്ടതിനെ ചൊല്ലി വിവാദം. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം സർവേകൾ പുറത്തുവിടാൻ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നത്. പോസ്റ്റിനെതിരെ നടപടിയെടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംഭവം സൈബർ പോലീസിന് റിപ്പോർട്ട് ചെയ്തെന്നും പോസ്റ്റ് ഗൗരവമായി കാണുന്നുവെന്നും കമ്മീഷൻ പറഞ്ഞു. ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ R ശ്രീലേഖ C4 സർവേ പ്രീപോൾ ഫലം എന്ന പേരിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് മുൻതൂക്കം എന്ന സർവേ ഫലമാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. നേരത്തെ പേരിനൊപ്പം IPS എന്ന് കൂട്ടിച്ചേർത്തത് നീക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നടൻ മമ്മൂട്ടിക്ക് ഇത്തവണ വോട്ടില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാലാണ് വോട്ട് ചെയ്യാൻ സാധിക്കാത്തത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും മമ്മൂട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നേരത്തെ പനമ്പിള്ളി നഗറിൽ താമസിച്ചിരുന്നപ്പോൾ പനമ്പിള്ളി നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു താരത്തിനും കുടുംബത്തിനും വോട്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മമ്മൂട്ടിയും കുടുംബവും എളംകുളത്തേക്ക് താമസം മാറിയിരുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മമ്മൂട്ടി വോട്ട് ചെയ്തിരുന്നു. ഇതിനിടെ നടൻ ദിലീപും ഭാര്യ കാവ്യ മാധവനും ആലുവ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. രഞ്ജി പണിക്കർ, ആസിഫ് അലി എന്നിവരും വോട്ട് ചെയ്യാനെത്തി. രാഷ്ട്രീയ നേതാക്കൾ വിവിധ ബൂത്തുകളിൽ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട പഞ്ചായത്ത് ഓണക്കൂർ വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റി. UDF സ്ഥാനാർത്ഥി CS ബാബുവിന്റെ മരണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റിയത്. ചൊവ്വാഴ്ച പുലർച്ചെ കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പിറവം മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റാണ് CS ബാബു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിഴിഞ്ഞം വാർഡിലെയും മലപ്പുറം മൂത്തേടം പഞ്ചായത്ത് 7ാം വാർഡിലെ വോട്ടെടുപ്പും സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. മലയാളി യുവതിയെ ക്യാബ് ഡ്രൈവറും സംഘവും കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന പരാതി വ്യാജമെന്ന് കർണാടക പോലീസ്. മലയാളി യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയെന്ന പരാതി വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ക്യാബ് ഡ്രൈവറുമായുള്ള ബന്ധം ആൺസുഹൃത്തിൽ നിന്ന് മറച്ചുവെക്കാനാണ് യുവതി വ്യാജ ആരോപണം ഉന്നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. നാട്ടിലെത്തിയ യുവതിയുടെ കഴുത്തിലെ മുറിപ്പാടിനെ കുറിച്ച് ആൺസുഹൃത്ത് അന്വേഷിച്ചപ്പോഴാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായെന്ന് യുവതി പറഞ്ഞത്. ഇതോടെ യുവാവ് യുവതിയുമായി ബാംഗ്ലൂരിലെ മടിവാളയിലെത്തി പോലീസിന് പരാതി നൽകി. കേസ് പിന്നീട് ബാനസ്വാടി പോലീസിന് കൈമാറുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയത്. ബാംഗ്ലൂരിലെത്തിയ യുവതി ക്യാബ് ഡ്രൈവറെ പരിചയപ്പെടുകയും അടുപ്പത്തിലാവുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് മുറിപ്പാടുണ്ടായത്.
കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്ക് നോട്ടീസ്. പൗരത്വം നേടും മുൻപ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന ഹർജിയിൽ ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് സോണിയയ്ക്ക് നോട്ടീസ് അയച്ചത്. സോണിയ ഇന്ത്യൻ പൗരത്വം നേടിയത് 1983-ലാണെന്നും 1980-ൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുവെന്നുമാണ് ഹർജിയിലെ വാദം. ഹർജി ജനുവരി 6-ന് പരിഗണിക്കും. മജിസ്ട്രേറ്റ് ഹർജിത് സിംഗ് ജസ്പാലാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടത്. ഹർജിയിൽ പറയുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാനാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. BJP നേതാവും അഭിഭാഷകനുമായ അശ്വിനി ഉപാധ്യായാണ് ഹർജി നൽകിയത്. 1980-81 വോട്ടർ പട്ടികയിൽ സോണിയാഗാന്ധിയുടെ പേര് ഉൾപ്പെടുത്തിയ നടപടി നിയമപരമല്ലെന്നാണ് അദ്ദേഹം ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 1996 ശ്രീനഗർ കലാപക്കേസിൽ കാശ്മീർ വിഘടനവാദി നേതാവും വിവിധ ഭീകര സംഘടനകളുമായി ബന്ധവുമുള്ള ഷക്കീൽ അഹമ്മദ് ബക്ഷി അറസ്റ്റിൽ. ഇന്നലെയാണ് ബക്ഷിയെ കസ്റ്റഡിയിലെടുത്തത്. ബക്ഷിയുടെ അറസ്റ്റോടെ 3 പതിറ്റാണ്ട് പഴക്കമുള്ള കേസിൽ വലിയ വഴിത്തിരിവുണ്ടായെന്ന് പോലീസ് പറയുന്നു. 1996 ജൂലൈയിൽ കൊല്ലപ്പെട്ട ഭീകരൻ ഹിലാൽ അഹമ്മദ് ബേഗിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ജാഥയ്ക്കിടെ ഇയാൾ ജനക്കൂട്ടത്തെ കലാപത്തിനും പ്രേരിപ്പിച്ചെന്നാണ് കേസ്. തുടർന്ന് നാസ് ക്രോസിംഗിൽ അക്രമാസക്തരായ ജനക്കൂട്ടം പോലീസുമായി ഏറ്റുമുട്ടി. പോലീസിനെ കല്ലെറിയുകയും ദേശവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും വെടിവെക്കുകയും ചെയ്തു. FIR പ്രകാരം അന്നത്തെ SHO ഷർഗഡി ജനക്കൂട്ടത്തെ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. സയ്യിദ് അലി ഷാ ഗിലാനി, അബ്ദുൽ ഗാനി ലോൺ, ഷബീർ ഷാ, മുഹമ്മദ് യാക്കൂബ് വക്കീൽ, ജാവിദ് അഹമ്മദ് മിർ, നയീം അഹമ്മദ് ഖാൻ എന്നിവരോടൊപ്പം ബക്ഷി ജനക്കൂട്ടത്തെ പ്രകോപിപ്പിച്ചതിനും കലാപം അഴിച്ചുവിട്ടതിനും UAPA ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ഉൾപ്പെട്ട കേസിൽ പ്രതിയാണ്. ഗിലാനി, ലോൺ, വക്കീൽ എന്നിവർ പിന്നീട് മരിച്ചു. ഷബീർ ഷായും നയീം ഖാനും നിലവിൽ NIAയുടെ പ്രത്യേക കേസുകളിൽ തിഹാർ ജയിലിലാണ്. മറ്റൊരു പ്രതിയായ ജാവിദ് അഹമ്മദ് മിർ ഇപ്പോഴും ഒളിവിലാണ്. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പെരുമ്പാവൂർ വെങ്ങോലയിൽ വോട്ട് ചെയ്യാനെത്തിയാൽ കുഴഞ്ഞു വീണ് മരിച്ചു. ബസ് വെങ്ങോല അമ്പലപ്പറമ്പിൽ വീട്ടിൽ രാഘവൻ നായരാണ് മരിച്ചത്. ക്യൂവിൽ നിൽക്കുന്നതിനിടെ രാഘവൻ നായർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ടയിൽ പോളിംഗ് ഓഫീസർ കുഴഞ്ഞു വീണു. സീതത്തോട് വാലുപാറ ബൂത്തിലെ 2ാം പോളിംഗ് ഓഫീസർ PS സരിനാണ് കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സരിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അധികൃതർ പറഞ്ഞു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.